നമസ്കാരം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ശക്തികളിലൊന്നാക്കി മാറ്റുന്ന നിർണായക പദ്ധതിയിലേക്കാണ് രാജ്യം ഇപ്പോൾ കടക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് ISRO വേഗത കൂട്ടിയിരിക്കുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിനു ശേഷം ഇന്ത്യ ബഹിരാകാശത്ത് സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. ഈ പദ്ധതി ഒരിക്കൽ പോയി മടങ്ങുന്ന ദൗത്യങ്ങളിൽ നിന്ന് മാറി ദീർഘകാലം മനുഷ്യൻ താമസിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ബഹിരാകാശ നിലയം എന്ന ആശയത്തിലേക്കാണ് കടക്കുന്നത്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ ഘടകമായ BAS-01 മൊഡ്യൂളിന്റെ നിർമ്മാണത്തിനായി ISRO ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെയോ കമ്പനികളുടെയോ സഹായമില്ലാതെ പൂർണ്ണമായും ഇന്ത്യൻ കമ്പനികളെ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തുമെന്ന പ്രഖ്യാപനവും ISRO ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതോടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്കും വ്യാപിക്കുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിലൂടെ ഇന്ത്യ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാനിരിക്കുകയാണ്. എന്നാൽ ഗഗൻയാൻ ദൗത്യം അവിടെ അവസാനിക്കുന്നില്ല. അതിന് പിന്നാലെ ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശ നൽകുകയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ബഹിരാകാശത്ത് സ്ഥിരമായി നിലയുറപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങളും സാങ്കേതിക പരീക്ഷണങ്ങളും തുടർച്ചയായി നടത്താൻ കഴിയുന്ന സൗകര്യം ഈ നിലയം നൽകും. ISROയുടെ ദീർഘകാല പദ്ധതി പ്രകാരം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ ഘടകം 2028 ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിക്കും. ഇതാണ് BAS-01 മൊഡ്യൂൾ. തുടർന്ന് ഘട്ടം ഘട്ടമായി കൂടുതൽ മൊഡ്യൂളുകൾ കൂട്ടിച്ചേർത്ത് 2035 രാജ്യാന്തര നിലവാരമുള്ള സമ്പൂർണ്ണ ബഹിരാകാശ നിലയം സജ്ജമാക്കുകയാണ് ലക്ഷ്യം. 2035 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ നിലയത്തിൽ താമസിച്ച് ഗവേഷണങ്ങൾ നടത്താൻ സാധിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ഈ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളുടെ നാഡീകേന്ദ്രമായി അറിയപ്പെടുന്ന VSC ഗഗൻയാൻ അടക്കമുള്ള നിർണായക ദൗത്യങ്ങളിൽ നേരത്തെ തന്നെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ബഹിരാകാശ ഘടകമായതിനാൽ സുരക്ഷയ്ക്കും കൃത്യതയ്ക്കും അത്യധികം പ്രാധാന്യവുമുണ്ട്. ബഹിരാകാശ നിലയത്തിന്റെ മൊഡ്യൂളുകൾ ഗഗൻയാൻ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അതിശക്തമായ അലൂമിനിയം അലോയ് AA2219 ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. ഉയർന്ന താപനിലയും ശക്തമായ മർദ്ദവും സഹിക്കാൻ കഴിയുന്ന ഈ അലോയ് ബഹിരാകാശ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തുവായി കണക്കാക്കപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ 8 മീറ്റർ ഉയരവും 3.8 മീറ്റർ വ്യാസവുമുള്ള 2 സെറ്റ് ഘടനകളാണ് നിർമ്മിക്കുന്നത്. മനുഷ്യരെ വഹിക്കുന്ന ഘടകമായതിനാൽ നിർമ്മാണത്തിൽ അതീവ കൃത്യതയും ISRO ആവശ്യപ്പെടുന്നുണ്ട്. 1/2 മില്ലിമീറ്റർ പോലും വ്യത്യാസം വരാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിനായി നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ ലോകത്തിനു മുമ്പിൽ തെളിയിക്കാനുള്ള വലിയ അവസരവുമാണ്. ഈ പദ്ധതിക്ക് ആവശ്യമായ ഡിസൈനുകളും സാങ്കേതിക സഹായങ്ങളും ഗുണനിലവാര മാനദണ്ഡങ്ങളും ISRO തന്നെ നൽകും. നിർമ്മാണം നടത്തുന്ന കമ്പനികൾ ISROയുടെ കർശന മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഇതിലൂടെ ഇന്ത്യയിലെ സ്വകാര്യ വ്യവസായ മേഖല ബഹിരാകാശ രംഗത്ത് കൂടുതൽ ശക്തമായി ഇടപെടുന്ന സാഹചര്യമുണ്ടാകും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് സ്ഥാപിക്കുക. നിലവിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും സമാനമായ ഉയരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഓർബിറ്റിൽ നിലയം സ്ഥാപിക്കുന്നതിലൂടെ മനുഷ്യർക്ക് ദീർഘകാലം സുരക്ഷിതമായി ബഹിരാകാശത്ത് താമസിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഈ ബഹിരാകാശ നിലയം മൈക്രോഗ്രാവിറ്റി പരീക്ഷണങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുക. ഭൂമിയിലെ ഗുരുത്വാകർഷണം ഇല്ലാത്ത സാഹചര്യത്തിൽ വസ്തുക്കൾ എങ്ങനെ പെരുമാറുന്നു, മനുഷ്യ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, പുതിയ മരുന്നുകളും വസ്തുക്കളും എങ്ങനെ വികസിപ്പിക്കാൻ തുടങ്ങിയ പഠനങ്ങൾ ഇവിടെ നടത്താൻ കഴിയും. ഭൂമിയിൽ അസാധ്യമായ പല ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും ഈ നിലയം വഴിയൊരുക്കും. ഇതോടൊപ്പം ഭാവിയിലെ ചന്ദ്രദൗത്യങ്ങൾക്കും മറ്റ് ആഴമേറിയ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഇടത്താവളമായും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തിക്കും. ദീർഘകാല ബഹിരാകാശ താമസത്തിനുള്ള പരിശീലനങ്ങളും സാങ്കേതിക പരിശോധനകളും ഇവിടെ നടത്താൻ സാധിക്കും. ഒരു കാലത്ത് ഉപഗ്രഹ വിക്ഷേപണത്തിന് മാത്രം ചുരുങ്ങിയിരുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഇന്ന് മനുഷ്യ ദൗത്യത്തിലേക്കും സ്വന്തം ബഹിരാകാശ നിലയത്തിലേക്കും വളർന്നിരിക്കുകയാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ദീർഘകാല സാന്നിധ്യമുള്ള ശക്തിയായി മാറും. ഇത് ശാസ്ത്രീയ നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ സാങ്കേതിക ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും ലോകത്തിനു മുന്നിലുള്ള ശക്തമായ പ്രഖ്യാപനവുമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.